ഹലോ തേർഡ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സൈക്കാട്രിയിലെ ടോപ്പിക്ക് ഡിസ്റ്റർബൻസ് ഓഫ് പെർസെപ്ഷൻ എന്നതാണ്. അതായത് മാനസിക രോഗികൾ അവരുടെ പെർസെപ്ഷനിൽ കാണിക്കുന്ന ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ അബ്നോർമാലിറ്റി. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഡിസ്റ്റർബൻസ് ഇൻ പെർസെപ്ഷൻ പഠിക്കുന്നതിന് മുമ്പ് പെർസെപ്ഷൻ എന്താണെന്ന് നമ്മൾ അറിയണം. എന്താണ് പെർസെപ്ഷൻ? അതായത് പെർസെപ്ഷൻ ഈസ് ദി ആക്ട് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റിമുലൈ. പെർസെപ്ഷൻ ഈസ് ദ ആക്ട് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റിമുലൈ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും അവരുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഒരുപാട് സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്റ്റിമുലൈ ബ്രെയിനിലെത്തുന്നുണ്ട്. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കുന്ന കഴിവ് ബ്രെയിനുണ്ട്. അപ്പം ബ്രെയിനും ഇന്ദ്രിയങ്ങളും കൂടെ ചേർന്ന് വെളിയിൽ നിന്ന് വരുന്ന സ്റ്റിമുലസിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ഉണ്ടാകുന്ന ആ ആഫ്റ്റർ എഫക്റ്റിനെ നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ബ്രെയിനും അതുപോലെ സെൻസ് ഓർഗൻസിനും അതിനകത്ത് കൂട്ടായ പ്രവർത്തനമുണ്ട്. അപ്പോൾ സ്റ്റിമുലസ് വെളിയിൽ നിന്ന് കിട്ടുന്നു ഇന്ദ്രിയങ്ങളിൽ കൂടി, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് പെർസീവ് ചെയ്ത് അതിൻ്റെ എൻഡ് റിസൾട്ടിനെയാണ് കിട്ടുന്ന എൻഡ് റിസൾട്ടിനെ നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഒരു മാനസിക രോഗികളിലെ പെർസെപ്ഷനിൽ എന്തൊക്കെ അബ്നോർമാലിറ്റി കാണിക്കാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആണ് ഹൈപ്പറസ്തീഷ്യ, ഹൈപ്പോ എസ്തീഷ്യ, ഇല്യൂഷൻസ് ആൻഡ് ഹലൂസിനേഷൻസ്. ഒന്നുകൂടെ പറയാം: ഹൈപ്പറസ്തീഷ്യ, ഹൈപ്പോ എസ്തീഷ്യ, ഇല്യൂഷൻസ് ആൻഡ് ഹലൂസിനേഷൻസ്. വാട്ട് ഈസ് ഹൈപ്പറസ്തീഷ്യ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻസറി ഡിസ്റ്റോർഷൻ. ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് പെർസെപ്ഷൻ എന്നർത്ഥം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സെൻസറി ഡിസ്റ്റോർഷൻ വെൻ അൻ ഇൻഡിവിജ്വൽ ഫീൽസ് മോർ ഇൻറ്റൻസ് സെൻസേഷൻ. അതായത് ഒരു വ്യക്തി അയാളുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ സ്റ്റിമുലസ് എത്തുമ്പോൾ അത് കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻറ്റൻസ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അതിനെയാണ് ഹൈപ്പറസ്തീഷ്യ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ? ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇങ്ങനെയാണല്ലോ. അതിൽ ഇപ്പം നമുക്ക് ആദ്യമേ തന്നെ ചെവിയുടെ കാര്യം എടുക്കാം. അതിനകത്ത് എങ്ങനെയാണ് ഹൈപ്പറസ്തീഷ്യ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ഒരു ചെവിയിൽ കൂടെ കിട്ടുന്ന സ്റ്റിമുലൈ ബ്രെയിനിലെത്തുമ്പോൾ അവിടെ പേഷ്യൻ്റ് കൂടുതൽ ഇൻറ്റൻസ് ആയിട്ട് തോന്നുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം റേഡിയോ ഒക്കെ വെച്ച് ഒരു പ്രത്യേക വോളിയം വെച്ച് ഒരു പാട്ട് കേൾപ്പിക്കുകയാണെങ്കിൽ ഈ ഹൈപ്പറസ്തീഷ്യ ഉള്ള പേഷ്യൻ്റ് അത് കൂടുതൽ വോളിയത്തിൽ കേൾക്കും. അതാണ് ചെവിയിൽ കൂടെ കിട്ടുന്ന സ്റ്റിമുലസിൽ നിന്ന് ആ പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇപ്പം കണ്ണിൽ കൂടെ ആണെങ്കിൽ ഒരു ടി വിയിലൊക്കെ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയെന്ന് നിൽക്കട്ടെ, അതൊരു പ്രത്യേക കളറുള്ള ഒരു പ്രോഗ്രാമാണ് കാണുന്നതെങ്കിൽ സാധാരണക്കാർ കാണുന്നതിൽ കൂടുതൽ കളറിൽ പേഷ്യൻ്റ് കാണും. അതുപോലെ തന്നെ വേറൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുത്തെന്നിരിക്കട്ടെ, സാധാരണ ഉപ്പേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. നോർമലി മനസ്സിലാക്കേണ്ട, ഫീൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യേണ്ട അത്ര ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളെങ്കിൽ പോലും ഈ അബ്നോർമാലിറ്റി ഉള്ള ഒരു പേഷ്യൻ്റ് അങ്ങനെ ഒരു നോർമൽ ഉപ്പ് ചേർത്ത ഫുഡ് കൊടുക്കുമ്പോൾ കൂടുതൽ ഉപ്പ് ഫീൽ ചെയ്യുക. അപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സെൻസ് ഓർഗൻസിൽ കൂടെ പേഷ്യൻ്റ് ചെല്ലുന്ന സ്റ്റിമുലയെ പേഷ്യൻ്റ് അതിൻ്റെ എൻഡ് പ്രോഡക്റ്റായ പെർസെപ്ഷൻ പേഷ്യൻ്റ് കൂടുതലായിട്ട് കിട്ടുക. മനസ്സിലായല്ലോ? കാണുന്നത് ഹൈ കളറിൽ കാണുക, കേൾക്കുന്നത് ഹൈ വോളിയത്തിൽ കേൾക്കുക, ടേസ്റ്റ് ചെയ്ത സാധനങ്ങളുടെ ടേസ്റ്റ് ഇരട്ടിച്ച് തോന്നുക. അതുപോലെ തന്നെ ത്വക്കിൽ കൂടെ ആണെങ്കിലും പിടിക്കുന്നതുകൊണ്ട് കൂടുതൽ ടൈറ്റായിട്ട് ആരെങ്കിലും ടച്ച് ചെയ്യുന്നതായിട്ട് പേഷ്യൻ്റ് തോന്നുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിനാണ് ഹൈപ്പർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹൈപ്പോ എസ്തീഷ്യയാണ്. ഈ ഹൈപ്പോ എസ്തീഷ്യ എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് പേഷ്യൻറ്റിന്, അതായത് ദ ഇൻറ്റൻസിറ്റി ഓഫ് സെൻസേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇൻഡിവിജ്വൽ ഈസ് ലെസ്. അതായത് നോർമൽ ഫീൽ ചെയ്യേണ്ടതിനെക്കാട്ടും കുറച്ചായിട്ടേ പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്നുള്ളെങ്കിൽ, സെൻസേഷനെ എല്ലാം തന്നെ കുറച്ചായിട്ടേ പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്നുള്ളെങ്കിൽ അതിനാണ് ഹൈപ്പോ എസ്തീഷ്യ എന്ന് പറയുന്നത്. അതായത് ഈ ഹൈപ്പോ എസ്തീഷ്യ ഉള്ള രോഗിക്ക് എല്ലാ സെൻസേഷൻസും കുറച്ചായിട്ട് ഡിഗ്രി കുറഞ്ഞ് മാത്രമേ കിട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഹൈപ്പോ എസ്തീഷ്യ. So we can say that the intensity of sensation experienced by an individual is less. ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞില്ലേ, റേഡിയോയുടെ പാട്ട് കേൾക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. മുമ്പേ ഞാൻ പറഞ്ഞത് ഹൈപ്പറസ്തീഷ്യയിൽ കൂടുതൽ വോളിയത്തിൽ കേൾക്കും, പക്ഷേ ഇവിടെ നേരെ തിരിച്ച് കുറഞ്ഞ വോളിയത്തിൽ കേൾക്കും. നമ്മൾ പേഷ്യൻ്റ് ഇട്ട് കൊടുക്കുന്ന വോളിയത്തിൽ മറ്റുള്ളവർ കേൾക്കുന്നതിൽ കുറച്ച് വോളിയത്തിലേ പേഷ്യൻ്റ് കേൾക്കത്തുള്ളൂ. അതുപോലെ കളർ കാണുന്നതിലും അല്ലെങ്കിൽ ടേസ്റ്റ് അറിയുന്നതിലും ഒക്കെ ഈ ഓപ്പോസിറ്റ് സ്വഭാവം പേഷ്യൻ്റ് കാണിക്കും. ഈ ഓപ്പോസിറ്റ് നേച്ചർ പേഷ്യൻ്റ് കാണിക്കും. അതാണ് ഹൈപ്പോ എസ്തീഷ്യ. പിന്നെ അടുത്തതാണ് ഇല്യൂഷൻസ്. ഇല്യൂഷൻസ് ആർ മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ്
എക്സ്റ്റേണൽ സ്റ്റിമുലൈ. മിസ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരെണ്ണത്തിനെ മിസ് ഇൻ്റർപ്രിട്ടേഷൻ, തെറ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുക. മനസ്സിലായോ? അതായത് അവിടെ ഒരു സ്റ്റിമുലസ് ഉണ്ട്, ആ സ്റ്റിമുലസിനെ തെറ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനാണ് മിസ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത മനോരോഗികൾ കാണിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റിമുലൈ അവിടെ ഉണ്ട്. എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരു കയറ് കിടക്കുന്ന കണ്ടാൽ അതിനെ പേഷ്യൻ്റ് ഒരു പാമ്പായിട്ട് തോന്നാം. മനസ്സിലായി? അല്ലെങ്കിൽ ഒരു ചെറിയൊരു പീസ് ഓഫ് കട്ടിയായിട്ട് ചുരുട്ടിയിട്ട പേപ്പറോ എല്ലാം കണ്ടാൽ പേഷ്യൻ്റ് പറയാം അത് ഒരു പുഴുവാണെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെന്നോ പേഷ്യൻ്റ് പറയുക. അപ്പോൾ ഒന്നിനെ വേറൊന്നായിട്ട് കാണുന്നതാണ് ഇല്യൂഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് പല പേഷ്യൻസിനും പല മാനസിക രോഗികളിലും കാണാറുള്ളതാണ് ഇല്യൂഷൻ. പിന്നെ അടുത്തത് ഹലൂസിനേഷൻ. ഹലൂസിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോൾസ് സെൻസറി പെർസെപ്ഷൻ വിച്ച് ഒക്കേഴ്സ് ഇൻ ദ ആബ്സെൻസ് ഓഫ് റിയൽ സെൻസറി സ്റ്റിമുലൈ. അതായത് ഒരു റിയൽ സെൻസറി സ്റ്റിമുലൈ ഇല്ലാതെ തന്നെ പേഷ്യൻറ്റിന് അവിടെ ഒരു ഫോൾസ് സെൻസറി പെർസെപ്ഷൻ കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഹലൂസിനേഷൻ. ഇവിടെ ഫോൾസ് എന്നുള്ള വേർഡിൻ്റെ ഇമ്പോർട്ടൻസ് മറ്റേടത്ത് എന്തുമായിരുന്നു? മിസ് ഇൻ്റർപ്രിട്ടേഷൻ എന്നാണ് പറഞ്ഞത് ഇല്യൂഷൻസിൽ. പക്ഷേ ഇവിടെ ഫോൾസ് ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇല്ലാതെ തന്നെ ഉണ്ടെന്ന് തോന്നുക. ഇപ്പം ഒരു കണ്ണുകൊണ്ടുള്ള നമ്മൾ സാധാരണ ഒരു പടമോ ഒരു ആളിനെയൊക്കെ കണ്ടേച്ചാൽ നമ്മൾ പറയുന്നത് അത് ഇന്ന ആളാണ്, അതല്ലെങ്കിൽ ഇന്ന പടമാണെന്ന് നമ്മൾ പറയും അല്ലേ? ഒരു വിഷ്വൽ സ്റ്റിമുല നമുക്ക് വരുന്നുണ്ട്, അത് നോക്കിയിട്ടാണ് പറയുന്നത് എന്താണെന്ന് നോർമൽ ആൾക്കാർ പറയുന്നത്. പക്ഷേ മാനസിക രോഗികളാണ് ഒന്നും ഇല്ലാതെ തന്നെ ഒരു കാര്യം ഉണ്ടെന്ന് പറയുക, ഒരു കാര്യം കണ്ടെന്ന് പറയുക, സൗണ്ട് സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ ഒരു കാര്യം കേട്ടെന്ന് പറയുക, അതുപോലെ തന്നെ വിഷ്വൽ സ്റ്റിമുലൈ ഇല്ലാതെ തന്നെ ഒരു പടമുണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നൊക്കെ പറയുക. അപ്പോൾ അവിടെ ഫോൾസ് ആണ് സെൻസറി പെർസെപ്ഷൻ അവിടെ നടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അതെല്ലാ ഇന്ദ്രിയങ്ങളെ ബാധിച്ചും പേഷ്യൻ്റ് ഇങ്ങനെ ഹലൂസിനേഷൻ ഉണ്ടാകാം. തന്നെയല്ല, ഇത് ഉണ്ടാകുന്ന ഒരുപാട് ഡിസീസ് കണ്ടീഷൻ ഉണ്ട്. പ്രത്യേകിച്ചും ഷിസോഫ്രനിയ, ഡെലീറിയം, എപ്പിലെപ്സി, ഡിപ്രഷൻ, ഇൻടോക്സിക്കേഷൻ. അതായത് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ, ആൽക്കഹോൾ ഉപയോഗിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ള മനോരോഗികളും ഈ പറഞ്ഞവർക്കെല്ലാം തന്നെ ഈ ഹാലുസിനേഷൻ ഒത്തിരി കോമൺ ആണ്. അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹലൂസിനേഷൻ ഉണ്ടെന്ന്, ഡിഫറെൻറ്റ് ഇന്ദ്രിയങ്ങളെ ബന്ധപ്പെടുത്തി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹലൂസിനേഷൻ ഉണ്ട്. അത് നമുക്കിനിയും പഠിക്കാം. സോ ടൈപ്സ് ഓഫ് ഹലൂസിനേഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി വിഷ്വൽ ഹലൂസിനേഷൻ, ഓഡിറ്ററി ഹലൂസിനേഷൻ, ഓൾഫാക്ടറി ഹലൂസിനേഷൻ, ടാക്ടൈൽ ഹലൂസിനേഷൻ, ഗസ്റ്റേറ്ററി ഹലൂസിനേഷൻ. ഇത് 5 ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ചുള്ള 5ാമത് വരെ. അത് കഴിഞ്ഞ് സൊമാറ്റിക് ഹലൂസിനേഷൻ, ഹിപ്നാഗോഗിക് ഹലൂസിനേഷൻ, ഹിപ്നോപോംബിക് ഹലൂസിനേഷൻ, കമാൻഡ് ഹലൂസിനേഷൻ. ഇത്രയുമാണ് ഞാൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. വേറെ 1-2 കൂടെ ഉണ്ട്, അത് ഞാൻ അവസാനം പറയാം. അപ്പോൾ ഈ 9 പ്രധാനപ്പെട്ട ഹലൂസിനേഷൻസ്. അതായത് വിഷ്വൽ ആദ്യത്തെ 5 ഇന്ദ്രിയങ്ങളെ ബാധിക്കുന്നതാണ്. അതാണ് വിഷ്വൽ ഹലൂസിനേഷന്, ഓഡിറ്ററി, ഓൾഫാക്ടറി, ടാക്ടൈൽ ആൻഡ് ഗസ്റ്റേറ്ററി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ദ്രിയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത ഹലൂസിനേഷൻ അത്. പിന്നെയുള്ളതാണ് സൊമാറ്റിക് ഹലൂസിനേഷൻ, ഹിപ്നാഗോഗിക് ഹലൂസിനേഷൻ, ഹിപ്നോപോംബിക് ഹലൂസിനേഷൻ ആൻഡ് കമാൻഡ് ഹലൂസിനേഷൻ. ഇനി നമുക്ക് ഇതിൽ ഓരോന്ന് നോക്കാം. ആദ്യത്തേത് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്? വിഷ്വൽ ഹലൂസിനേഷൻ. ഇതിൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ എ ഫോൾസ് പെർസെപ്ഷൻ ഓഫ് സൈറ്റ്. ഒരു കാഴ്ചയെ നമുക്ക് കാണാനുള്ള ഒരു വസ്തു നമ്മുടെ മുൻപിൽ ഇല്ലെങ്കിൽ, ആ പേഷ്യൻ്റെ മുമ്പിൽ ഇല്ലെങ്കിലും അവർ പറയും ഒരു വസ്തുവിനെ അവർ കണ്ടെന്ന്. അവിടെ സ്റ്റിമുലസ് ഇല്ല, വിഷ്വൽ സ്റ്റിമുലസ് ഇല്ല എങ്കിൽ പോലും പേഷ്യൻ്റ് പറയും ഞാനൊരാളെ കണ്ടു. അല്ലെങ്കിൽ പറയും കുറച്ച് മുമ്പേ മരിച്ചു പോയ എൻ്റെ അച്ഛൻ എൻ്റെ മുമ്പിൽ വന്ന് എന്നോട് സംസാരിച്ചിട്ട് പോയി എന്നൊക്കെ പേഷ്യൻ്റ് പറയും. അല്ലെങ്കിൽ ഒരു വസ്തു അവിടെ ഇല്ലാതെ തന്നെ ഒരാൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ന ആളാണെന്നൊക്കെ പേഷ്യൻ്റ് പറയുക. അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കണ്ടതായിട്ട് പറയുക. അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കാതെ തന്നെ പാട്ട് കേട്ടെന്ന് പറയുക. അപ്പം അവിടെ ഒരു സ്റ്റിമുലസ് വേണമെന്നില്ല. അതായത് ഇന്ദ്രിയങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റിമുലസ് ഇല്ലാതെ തന്നെ പേഷ്യൻ്റ് ഉണ്ടെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളെയും ബന്ധപ്പെടുത്തി അതിനെ തിരിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തേതാണ് വിഷ്വൽ ഹലൂസിനേഷൻ. അതിലാണ് പറയുന്നത് എ ഫോൾസ് പെർസെപ്ഷൻ ഓഫ് സൈറ്റ്. Okay, then the content of visual hallucination may be anything such as shapes, colors or flashes of light. ഇങ്ങനെ എന്തും പേഷ്യൻ്റ് കാണാം. അതായത് പേഷ്യൻ്റ് കാണുന്ന വസ്തുക്കൾ പല ഷേപ്പുകൾ, പല കളേഴ്സ്, ഫ്ലാഷസ് ഓഫ് ലൈറ്റ്, ഇങ്ങനെ ഉള്ള കാര്യങ്ങളായിരിക്കും യൂഷ്വലി പേഷ്യൻ്റ് കാണുന്നത്. സംടൈംസ് പേഷ്യൻ്റ് മേ പെർസീവ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം വേർ നോ വൺ ഇസ് ദെയർ. അതായത് മുൻപിൽ ആരും കാണത്തില്ല, ഇല്ലാതെ തന്നെ പേഷ്യൻ്റ് എൻ്റെ മുമ്പിൽ ഒരാളുണ്ടെന്ന് പറയുക. അതെന്താണ്? വിഷ്വൽ ഹലൂസിനേഷനാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ. ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ അത് കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട ഹലൂസിനേഷനാണ്.
അതിനകത്ത് അതൊരു തരം എലിമെൻ്ററി ഹലൂസിനേഷൻ, അതൊരു തരം യു ലിസൺ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫോൾസ് പെർസെപ്ഷൻ ഓഫ് സൗണ്ട്, വോയിസസ് ഓർ മ്യൂസിക്, അല്ലെങ്കിൽ ഹിയറിംഗ് ഓഫ് വോയിസസ് വെൻ ദർ ഈസ് നോ സൗണ്ട് ഓർ സ്റ്റിമുലസ്. മനസ്സിലായോ? അതായത് ശബ്ദങ്ങളൊന്നും ഇല്ലാതെ തന്നെ ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ട് പേഷ്യൻ്റ് പറയാം. അത് സൗണ്ടാകാം, പാട്ടാകാം, മറ്റുള്ളവരുടെ സംസാരമാകാം, എന്തുമാകാം. മനസ്സിലായോ? അതിനാണ് നമ്മൾ പറയുന്നത് ഓഡിറ്ററി ഹലൂസിനേഷൻ. അത് ഈ പറഞ്ഞ ഹലൂസിനേഷൻ ഉള്ള എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ള ഹലൂസിനേഷനാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ. മനസ്സിലായോ? നമ്മൾ 5 പഠിച്ചു. അതായത് ഇന്ദ്രിയങ്ങളെ റിലേറ്റ് ചെയ്ത് 5 ഉണ്ടെന്ന് പറഞ്ഞു. ആ 5 ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഹലൂസിനേഷനാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ മനോരോഗികളിൽ. ഓക്കെ, ദെൻ ദിസ് ഈസ് ദ ഹാവിങ് ഓഡിറ്ററി പെർസെപ്ഷൻ വിതൗട്ട് ഓഡിറ്ററി സ്റ്റിമുലസ്. ദെൻ അപ്പം മനസ്സിലായല്ലോ ഓഡിറ്ററി ഹലൂസിനേഷൻ എന്താണെന്ന്. ഇനിയും അടുത്തത് ഓൾഫാക്ടറി ഹലൂസിനേഷനാണ്. ഈ ഓൾഫാക്ടറി ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാലും സ്മെല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് പേഷ്യൻ്റ് ഇല്ലാതെ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. അതായത് എ ഫോൾസ് പെർസെപ്ഷൻ ഓഫ് ഓർഡർ ഓർ സ്മെൽ. എ ഫോൾസ് പെർസെപ്ഷൻ ഓഫ് ഓർഡർ ഓർ സ്മെൽ ഈസ് നോൺ ആസ് ഓൾഫാക്ടറി ഹലൂസിനേഷൻ. ടിപ്പിക്കലി ദ എക്സ്പീരിയൻസ് ഈസ് വെരി അൺപ്ലസൻറ്റ്. അതായത് ഇങ്ങനെ ഒരു ആണെങ്കിൽ പോലും കൂടുതലും ഇത് നല്ല സ്മെല്ല് കേട്ടെന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരായിരിക്കും. കൂടുതൽ ബാഡ് സ്മെല്ലിനെ പറ്റി ആയിരിക്കും പേഷ്യൻ്റ് എപ്പോഴും പറയുന്നത്. മനസ്സിലായോ? സോ എക്സാമ്പിൾ, പേഷ്യൻ്റ് മേ സ്മെൽ ഡിക്കേയിങ് ഫിഡ്, അതായത് മീൻ അളിഞ്ഞ് നാറുന്നു, മുട്ട അളിഞ്ഞ് നാറുന്നു, അങ്ങനെയുള്ള ബാഡായിട്ടുള്ള ഫീലിങ്ങിനെയാണ് എപ്പോഴും പേഷ്യൻ്റ് റിലേറ്റ് ചെയ്ത് പറയുന്നത്. അല്ലാതെയും പറയാം, പക്ഷെ അത് റെയറാണ്. സോ യൂഷ്വലി ടിപ്പിക്കലി ദ എക്സ്പീരിയൻസ് ഈസ് വെരി അൺപ്ലസൻറ്റ്. പേഷ്യൻ്റ് പറയാം, എനിക്ക് വല്ലാത്ത ഒരു വളരെ ബാഡ് സ്മെല്ല് എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പേഷ്യൻ്റ് പറയും. പക്ഷേ ആക്ച്വലി അവിടെ സ്മെല്ലൊന്നും ഉണ്ടാകണമെന്നില്ല. സ്മെല്ല് കാണത്തില്ല, പക്ഷേ പേഷ്യൻ്റ് ഉണ്ടെന്ന് പറയും, എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയും. മനസ്സിലായോ? ബാഡ് സ്മെല്ലായിട്ടാണ് പേഷ്യൻ്റ് കൂടുതലും പറയുന്നത്. അപ്പം 3 കഴിഞ്ഞു. ഇനി അടുത്തത് ടാക്റ്റൈൽ ഹലൂസിനേഷൻ. ടാക്റ്റൈലാണോ അടുത്ത? അല്ലെങ്കിൽ ടാക്റ്റൈൽ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ അത് ടച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത, അതായത് സെൻസ് ഓഫ് ടച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത ഹലൂസിനേഷനാണ് അവിടെ വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് എ ഫോൾസ് പെർസെപ്ഷൻ ഓർ സെൻസേഷൻ ഓഫ് ടച്ച് സംതിങ് ഹാപ്പനിങ് ഇൻ ഓർ ഓൺ ദ ബോഡി. അതായത് പേഷ്യൻ്റ് പറയും, അതായത് എന്നെ ആരാണ്ട് തൊടുന്നു, അല്ലെങ്കിൽ എൻ്റെ ദേഹത്തൂടെ ഏതാണ്ടൊക്കെ ഇഴഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ എന്നെ ഒരു ഇൻസെക്റ്റ് കടിക്കുന്നു, അല്ലെങ്കിൽ ഇൻസെക്റ്റ് ഇഴയുന്നു, എൻ്റെ ബോഡി കൂടെ പുഴു ഇഴയുന്നു, ഇങ്ങനെയൊക്കെ പേഷ്യൻ്റ് പറയുക. മനസ്സിലായോ? അതൊന്നും ഇല്ലാതെ തന്നെ. അതാണ് പറയുന്ന ടാക്റ്റൈൽ ഹലൂസിനേഷൻ. അതായത് ടച്ച് കൊടുക്കാതെ തന്നെ പേഷ്യൻ്റ് എന്നെ ആരാണ്ട് പുറകിൽ നിന്ന് തൊട്ട് സംസാരിക്കുന്നു, എൻ്റെ പുറത്ത് ആരാണ്ട് അടിച്ചു ഉപ്പഴ്, അല്ലെങ്കിൽ എൻ്റെ പുറത്തൂടെ എന്തൊക്കെയോ ഇൻസെക്റ്റൊക്കെ ഇഴയുന്നു, അല്ലെങ്കിൽ പുഴു ഇഴയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഷ്യൻ്റ് സാധാരണ പറയാറ്. ദ കോമൺ ടാക്റ്റൈൽ ഹലൂസിനേഷൻ ഈസ് ഫീലിംഗ് ദാറ്റ് സംതിങ് ഈസ് ക്രോളിംഗ് ഓൺ ദ ബോഡി. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇഴഞ്ഞ് നടക്കുന്നെന്നാണ് കൂടുതൽ പേഷ്യൻറ്റും പറയാറുള്ളത്. ഓക്കെ, അതാണ് ടാക്റ്റൈൽ ഹലൂസിനേഷൻ. ഇനി അടുത്തത് ഗസ്റ്റേറ്ററി ഹലൂസിനേഷൻ. ഇത് ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഇറ്റ് ഈസ് എ ഫോൾസ് പെർസെപ്ഷൻ ഓഫ് ടേസ്റ്റ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ടേസ്റ്റ് സ്റ്റിമുലസ്. മനസ്സിലായോ? അതായത് ഒരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാക്കിന് ഒരു രുചി കൊടുക്കാൻ വേണ്ടി ഒരു വസ്തുവും പേഷ്യൻ്റെ വായിലേക്ക് ഇല്ലാതെ തന്നെ, നാക്കിലേക്ക് എത്താതെ തന്നെ പേഷ്യൻ്റ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നതായിട്ട് പറയുക. അതാണ് ദാറ്റ് ഈസ് ഗസ്റ്റേറ്ററി ഹലൂസിനേഷൻ. ഓക്കെ, അടുത്തത് സൊമാറ്റിക് ഹലൂസിനേഷൻ. ദാറ്റ് ഈസ് ഫോൾസ് സെൻസ് ഓഫ് തിങ്സ് ഒക്കറിങ് ഇൻ ഓർ ടു ദ ബോഡി, മോസ്റ്റ് ഓഫൺ വിസറൽ ഇൻ ഒറിജിൻ. അതായത് പേഷ്യൻറ്റിൻ്റെ ബോഡിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ അബ്നോർമാലിറ്റി സംഭവിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓർഗനിൽ എന്തൊക്കെയോ നടക്കുന്നതായിട്ടോ അങ്ങനെയൊക്കെ പേഷ്യൻറ്റ് പറയുക. ഫോർ എക്സാമ്പിൾ, ദാറ്റ് ഈസ് ഫോൾസ് സെൻസേഷൻ ഓഫ് തിങ്സ് ഒക്കറിങ് ഓർ ടു ദ ബോഡി, മോസ്റ്റ് ഓഫൺ വിസറൽ ഇൻ ഒറിജിൻ. വിസറൽ ഇൻ ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലായിട്ടൊക്കെയാണ് പേഷ്യൻറ്റ് പറഞ്ഞത്, എൻ്റെ വയറ്റിൽ കിടന്ന് എന്തോ അനങ്ങുന്നു, എന്തൊക്കെയോ വേറെ കോഴിയുണ്ട്, പൂച്ചയുണ്ട്, അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ തോന്നുന്നു എന്നൊക്കെ പേഷ്യൻറ്റ് പറയുക. ഇൻറ്റേർണലായിട്ട് അല്ലാതെയും പറയാം, പക്ഷേ കൂടുതലും പേഷ്യൻ്റ് പറയുന്നത് ഇൻറ്റേർണൽ വിസറലുമായിട്ട് റിലേറ്റ് ചെയ്താണ് കൂടുതൽ പറയുന്നത്. അതാണ് സൊമാറ്റിക് ഹലൂസിനേഷൻ. ഇനി അടുത്തത് ഹിപ്നാഗോഗിക് ഹലൂസിനേഷൻ. ഹിപ്നാഗോഗിക് ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഒക്കേഴ്സ്
വെൻ ഫോളിങ് അസ്ലീപ്പ്, അതായത് പേഷ്യൻ്റ് ഉറങ്ങിക്കിടക്കുമ്പോഴുള്ള എന്തെങ്കിലുമൊക്കെ ഹലൂസിനേഷൻ തോന്നുവാണെങ്കിലാണ് നമ്മൾ പറയുന്നത് ഹിപ്നാഗോഗിക് ഹലൂസിനേഷൻ എന്ന്. ഇനി അടുത്തതാണ് ഹിപ്നോപോംബിക് ഹലൂസിനേഷൻ, അതായത് ഫോൾസ് സെൻസറി പെർസെപ്ഷൻ ഒക്കറിങ് വെൻ ദ സബ്ജക്റ്റ് ഈസ് എവേക്കിംഗ് ഫ്രം സ്ലീപ്പ്, അതായത് ഉറക്കം അങ്ങോട്ട് എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഈ അബ്നോർമൽ ഫീലിംഗ് ഒക്കെ തോന്നുന്നതിനാണ് ഹിപ്നോപോംബിക് ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഉറങ്ങുമ്പം തോന്നുവാണെങ്കിൽ പറയുന്നത് ഹിപ്നാഗോഗിക് എന്നാണ്, ഉറങ്ങി എഴുന്നേൽക്കുമ്പം തോന്നുന്നത് ഹിപ്നോപോംബിക് എന്നാണ്. മനസ്സിലായോ? ഇനിയും നമുക്കുള്ളത് വേറെ കുറേ ഹലൂസിനേഷൻ ഒക്കെ ഉണ്ട്. അതാണ് കമാൻഡ് ഹലൂസിനേഷൻ. കമാൻഡ് എന്ന് പറഞ്ഞ വേർഡ് നമുക്കറിയാമല്ലോ, ആജ്ഞ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കമാൻഡ് ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ദ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് ഫോൾസ് പെർസെപ്ഷൻ ഓഫ് ഓർഡേഴ്സ് ഫ്രം അതേഴ്സ്, ദാറ്റ് ഓർഡർ ഈസ് ടെല്ലിങ്, അല്ലെങ്കിൽ ആ പേഷ്യൻ്റിന് മറ്റുള്ള ഒരു മനുഷ്യനൊരു ഓർഡർ കൊടുക്കുന്നതായിട്ട് തോന്നുക. മനസ്സിലായോ? ആൻഡ് ഹി മേ ഫീൽ ടു ഒബ്ലൈസ് ടു ഒബേ ഓർ അൺസ്റ്റേബിൾ ഓർ റെസിസ്റ്റ് ഇറ്റ്, അതായത് പേഷ്യൻ്റ് നീ കൊടുക്കുന്ന ഓർഡർ അത് ആജ്ഞ, അത് പാലിക്കപ്പെടണമെന്നുള്ള തരത്തിലാണ് പേഷ്യൻറ്റിന് അത് മനസ്സിലാക്കുന്നതും ഫീൽ ചെയ്യുന്നതും. മനസ്സിലാകും? അതാണ് കമാൻഡ് ഹാലുസിനേഷൻ. ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ആജ്ഞ കിട്ടിയാൽ അത് ചെയ്യണമല്ലോ. അങ്ങനെ ഉന്നതങ്ങളിൽ നിന്ന് ഒരു ആജ്ഞ എനിക്ക് കിട്ടിയിരിക്കുന്നു, എനിക്കത് ചെയ്യണം എന്നുള്ള തരത്തിലുള്ള ഒരു ഹാലുസിനേഷനെയാണ് നമ്മൾ കമാൻഡ് ഹാലുസിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് കമാൻഡ് ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇഫ് ദ പേഴ്സൺ എക്സ്പീരിയൻസ് ഫോൾസ് പെർസെപ്ഷൻ ഓഫ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ആജ്ഞകൾ, ദാറ്റ് എ പേഴ്സൺ മേ ഫീൽ ടു ഒബ്ലൈസ് ടു ഒബേ ഓർ അൺസ്റ്റേബിൾ ടു റെസിസ്റ്റ്, അതായത് അങ്ങനെ ഒരു കമാൻഡ് പേഷ്യൻറ്റിന് കിട്ടുമ്പം അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പേഷ്യൻറ്റിന് പാടില്ല, അത് ആജ്ഞ അനുസരിച്ചേ പറ്റൂ. ആ തരത്തിലാണ് പേഷ്യൻറ്റിന് ആ കമാൻഡ് പേഷ്യൻറ്റിലേക്ക് കിട്ടുന്നത് എന്നാണ് പേഷ്യൻറ്റ് മനസ്സിലാക്കുന്നത്. അതാണ് കമാൻഡ് ഹാലുസിനേഷൻ. ആജ്ഞകൾ എപ്പോഴും പാലിക്കപ്പെടാനുള്ളതാണ്. അതുകൊണ്ട് ആജ്ഞകൾ കിട്ടിയാൽ അത് പാലിക്കണം എന്നുള്ള ചിന്തയോടെയാണ് പേഷ്യൻ്റ് അതിനെ റിസീവ് ചെയ്യുന്നത്. പക്ഷേ ആജ്ഞ ആരും കൊടുക്കുന്നില്ലെന്ന് മാത്രം. മനസ്സിലായോ? പേഷ്യൻറ്റിന് അത് ഹലൂസിനേഷനാണ്. പേഷ്യൻ്റ് പറയും, എന്നോട് ഇന്ന ആൾ ഇപ്പോൾ നീ മേളിൽ നിന്ന് ഏറ്റവും മേളിലുള്ള കെട്ടിടത്തിൻ്റെ ഏറ്റവും മേളിൽ കയറി താഴോട്ട് ചാടാൻ എനിക്കൊരു ആജ്ഞ ഉണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പേഷ്യൻ്റ് കെട്ടിടത്തിൻ്റെ മണ്ടയ്ക്ക് കയറി വേണമെങ്കിൽ ചാടാം. മനസ്സിലായോ? പേഷ്യൻറ്റിന് അങ്ങനെ ആരോ ആജ്ഞ കൊടുത്തതാണ്. മനസ്സിലായോ? അങ്ങനെ ആജ്ഞ പാലിക്കപ്പെടേണ്ടതാണല്ലോ എന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് പേഷ്യൻ്റ് തീർച്ചയായിട്ടും അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും, റെസിസ്റ്റ് ചെയ്യത്തില്ല എന്നർത്ഥം. മനസ്സിലായോ? അതാണ് കമാൻഡ് ഹാലുസിനേഷൻ. ദാറ്റ് ഈസ് ദ പേഷ്യൻ്റ് ഈസ് ഗെറ്റിംഗ് എ കമാൻഡ് വിച്ച് ഹി വാണ്ട്സ് ടു ഒബേ ആൻഡ് ഹി ഡോണ്ട് വാണ്ട് ടു റെസിസ്റ്റ് ഇറ്റ്. അതാണ് കമാൻഡ് ഹാലുസിനേഷൻ. ഓക്കെ. അപ്പോൾ ചില പേഷ്യൻ്റ് ഇത് ഒരു ഡേഞ്ചറസ് ആണ് ഈ ഒരു ഹാലുസിനേഷൻ പേഷ്യൻ്റ് കിട്ടിയാൽ. കാരണം ഈ പറയുന്ന ഈ കമാൻഡൊക്കെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് പേഷ്യൻറ്റിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കമാൻഡാണ് കിട്ടുന്നതെങ്കിൽ പേഷ്യൻ്റ് അത് ഒബേ ചെയ്ത് കഴിഞ്ഞാൽ അത് പേഷ്യൻ്റ് പ്രശ്നമാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ, പേഷ്യൻ്റ് ആജ്ഞ കിട്ടുകയാണ് ഈ ഏറ്റവും കട്ടിടത്തിൻ്റെ ഏറ്റവും മേളിലത്തെ നിലയിൽ കയറിയിട്ട് നീ താഴോട്ട് ചാടുന്നതാണ് എനിക്കിപ്പോൾ ആജ്ഞ കിട്ടിയെന്ന് പേഷ്യൻ്റ് പറഞ്ഞിട്ട് അങ്ങനെ പേഷ്യൻ്റ് ചെയ്താൽ അതിൻ്റെ ഫലം എന്തായിരിക്കും? മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ഹലൂസിനേഷൻസ് പേഷ്യൻ്റ് ഉണ്ടാകാം. അതാണ് കമാൻഡ് ഹാലുസിനേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇത് കൂടാതെ വേറെ ചില ഹലൂസിനേഷനൊക്കെ ഉണ്ട്. അത് ഞാൻ ഇത് ചിലതൊന്നും ഇതിനകത്ത് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരെണ്ണം ഞാൻ എക്സാമ്പിൾ പറയാം. അത് ഫണ്ണി ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് ലില്ലിപുഷ്യൻ ഹലൂസിനേഷൻ. LILLIPUTIAN ലില്ലിപുഷ്യൻ ഹലൂസിനേഷൻ. ഈ ലില്ലിപുട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കേട്ടിട്ടുണ്ടോ? അതായത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഏതോ ഒരു രാജ്യമുണ്ട്, ഒരു ഐലൻഡ് ഉണ്ട്, അവിടുത്തെ ആൾക്കാരെല്ലാം ചെറിയ 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 മനുഷ്യരാണെന്ന്. ലില്ലിപുട്സ് എന്ന് അവരെ പറയും. മനസ്സിലായോ? ഈ ലില്ലിപുഷ്യൻ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് പെർസെപ്ഷൻ ഇൻ വിച്ച് ദ ഓബ്ജക്റ്റ് ആർ സീൻ ആസ് റെഡ്യൂസ്ഡ് ഇൻ സൈസ്. ആ ലില്ലിപുഷ്യൻസിനെ പോലെ സാധാരണ ആൾക്കാരുടെ അത്രയും വലിപ്പമൊന്നും ഇല്ലാത്ത കൊച്ചു മനുഷ്യരാണ് ലില്ലിപുഷ്യൻസ്. അതുപോലെയുള്ള പേഷ്യൻറ്റിന് കിട്ടുന്ന ഹലൂസിനേഷനിൽ എല്ലാ സാധനങ്ങളെയും എല്ലാ വസ്തുക്കളെയും ചെറിയതായിട്ട് പേഷ്യൻ്റ് കാണുക. അങ്ങനെയുള്ള ഹലൂസിനേഷനാണ് ലില്ലിപുഷ്യൻ ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ എലിമെൻ്ററി ഹലൂസിനേഷൻ ഒന്നുണ്ട്, ELEMENTARY ഹലൂസിനേഷൻ. അതെന്താണെന്ന് വെച്ചാൽ ഫോൾസ് സെൻസറി പെർസെപ്ഷൻ സച്ച് ആസ് വിസിൽസ്, ഫ്ലാഷസ് ഓഫ് ലൈറ്റ് എക്സെട്ര.
ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു അത്, പക്ഷേ അതിന് ഞാൻ അന്നേരം പറഞ്ഞത് എക്സാമ്പിളായിട്ടാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ആദ്യമേ പറഞ്ഞ ഹലൂസിനേഷനിലെ വിഷ്വൽ ഹലൂസിനേഷനിലെ പേഷ്യൻ്റ് ഫ്ലാഷസ് ഓഫ് ലൈറ്റ് ഒക്കെ കാണുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് എലിമെൻ്ററി ഹലൂസിനേഷനിൽ പെടുത്താം. മനസ്സിലായോ? അപ്പോഴേ ഒരുപാട് ഹലൂസിനേഷൻ നമ്മൾ പഠിച്ചല്ലോ അല്ലേ? ഹലൂസിനേഷൻ എന്താണെന്ന്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓഡിറ്ററി ഹലൂസിനേഷനെ പറ്റി ഞാൻ പറഞ്ഞു. അതായത് ഒന്നും ശബ്ദമില്ലാതെ തന്നെ പേഷ്യൻ്റ് കേട്ടെന്ന് പറയുന്നതിനെയാണ് നമ്മൾ വിഷ്വൽ ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു. അത് ഒരു 2 തരമുണ്ട്. അതേതാണെന്ന് ചോദിച്ചാൽ നമ്മൾ അത് ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പം വിശദമായിട്ട് പഠിക്കാമെന്ന് നോക്കാൻ ഞാനിവിടെ പറയുന്നത്. എന്നാലും നിങ്ങൾ ചിലപ്പം ഒരു നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഹലൂസിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ, പക്ഷേ ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് പറയുന്നത്. ഓഡിറ്ററി ഹലൂസിനേഷനെ മെയിൻലി രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഈസ് സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷൻ, രണ്ടാമത്തത് തേർഡ് പേഴ്സൺ ഹലൂസിനേഷൻ. മനസ്സിലായോ? ഈ ഹലൂസിനേഷനിലെ 2 തരമാണ്, സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷൻ ആൻഡ് തേർഡ് പേഴ്സൺ ഹലൂസിനേഷൻ. ഈ സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ദാറ്റ് ഈസ് ഇഫ് ദ വോയിസസ് മേ സീം ടു അഡ്രസ് ദ പേഴ്സൺ ഡയറക്ട്ലി, ഇറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഹലൂസിനേഷൻ. അതായത് ഒരു മനോരോഗി അയാളോട് വേറൊരാൾ സംസാരിക്കുന്നതായിട്ട് തോന്നിയാൽ അത് സെക്കൻഡ് ഡിഗ്രി ഹലൂസിനേഷനാണ്. മനസ്സിലായോ? അയാളോട് വേറൊരാൾ സംസാരിക്കുന്നതായിട്ട് തോന്നിയാൽ അത്, പക്ഷേ ആളുകൾ ആരും അവിടെ ഇല്ല, സംസാരിക്കുന്നുമില്ല, പക്ഷേ പേഷ്യൻ്റ് അങ്ങനെ തോന്നിയാൽ അത് സെക്കൻഡ് ഡിഗ്രി ഹലൂസിനേഷനാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇഫ് ദ വോയിസസ് മേ സീം ടു അഡ്രസ് ദ പേഴ്സൺ ഡയറക്ട്ലി, ഇറ്റ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഹലൂസിനേഷൻ. ഓർ സെക്കൻഡ് ഡിഗ്രി അല്ല, സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷൻ. മനസ്സിലായോ? സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മനോരോഗിയുടെ വേറൊരാൾ സംസാരിക്കുന്നതായിട്ട് അയാൾക്ക് തോന്നുന്നതാണ്, അയാൾ കേൾക്കുന്നതാണ് സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷൻ. ഇനി തേർഡ് പേഴ്സൺ ഹലൂസിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇഫ് ദ വോയിസസ് മേ സീം ടു ടോക്ക് ടു വൺ അനദർ റെഫറിങ് ടു ദ പേഷ്യൻറ്റ്. അതായത് പേഷ്യൻറ്റിനെ പറ്റി വേറെ 2 പേരിൽ നിന്ന് സംസാരിക്കുന്നത് പേഷ്യൻ്റ് കേട്ടാൽ, ദാറ്റ് ഈസ് കേൾക്കുന്നതായിട്ട് തോന്നിയാൽ അത് തേർഡ് പേഴ്സൺ ഹലൂസിനേഷനാണ്. മനസ്സിലായോ? അതായത് പേഴ്സണോട് ആരെങ്കിലും സംസാരിക്കുന്നതായിട്ട് പേഷ്യൻ്റ് കേൾക്കുന്നത് സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷനും, 2 പേര് നിന്നുകൊണ്ട് പേഷ്യനെ പറ്റി സംസാരിക്കുന്നതായിട്ട് കേൾക്കുന്നത് തേർഡ് ഡിഗ്രി അല്ല, തേർഡ് പേഴ്സൺ ഹലൂസിനേഷനുമാണ്. മനസ്സിലായല്ലോ? അപ്പം സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷനും തേർഡ് പേഴ്സൺ ഹലൂസിനേഷനും തമ്മിൽ തിരിച്ചറിയണം. കാരണം നമ്മൾ പേഷ്യനെ അസസ് ചെയ്യുമ്പം ഇതൊക്കെ സിംറ്റമറ്റോളജിയിൽ എഴുതേണ്ടതാണ്. ഓക്കെ, മനസ്സിലായല്ലോ? സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷൻ എന്താണെന്നും തേർഡ് പേഴ്സൺ ഹലൂസിനേഷൻ എന്താണെന്നും. ദെൻ പിന്നെ ഞാൻ കമാൻഡ് ഹലൂസിനേഷനെ പറ്റി പറഞ്ഞു. ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഹലൂസിനേഷനെ പറ്റി പറഞ്ഞില്ലേ, 9 എണ്ണേ സ്ലൈഡിനകത്തുള്ളൂ. ഞാൻ പറഞ്ഞ ടെക്സ്റ്റും ബുക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പലതൊന്നും ഇവിടെ പ്രോപ്പർലി പ്രസൻറ്റ് ചെയ്യാനൊന്നും പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് അത് ആഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്നതൊക്കെ സ്ലൈഡിലില്ലെങ്കിലും നിങ്ങൾ കേട്ട് കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കണം. അപ്പം ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹലൂസിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഹലൂസിനേഷൻ എല്ലാം കോമൺ ആണ്. കൂടുതലായിട്ടും സൈക്കോട്ടിക് പേഷ്യൻസിലാണ് ഇത് കാണുന്നത്. അതായത് മേജർ മെൻ്റൽ ഇൽനെസ്സിൽ. മൈനർ മെൻ്റൽ ഇൽനെസ്സിൽ വളരെ റെയറാണ്, സാധാരണ അല്ല. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹലൂസിനേഷൻ: വിഷ്വൽ ഹലൂസിനേഷൻ, ഓഡിറ്ററി ഹലൂസിനേഷൻ, ഓൾഫാക്ടറി ഹലൂസിനേഷൻ, ടാക്ടൈൽ ഹലൂസിനേഷൻ, ഗസ്റ്റേറ്ററി ഹലൂസിനേഷൻ, സൊമാറ്റിക് ഹലൂസിനേഷൻ, ഹിപ്നാഗോഗിക് ഹലൂസിനേഷൻ, ഹിപ്നോപോംബിക് ഹലൂസിനേഷൻ, കമാൻഡ് ഹലൂസിനേഷൻ. പിന്നെ ഞാൻ പറഞ്ഞ ഏതൊക്കെയാണ്? ലില്ലിപുഷ്യൻ ഹലൂസിനേഷൻ പറഞ്ഞു. പിന്നെ ഹലൂസിനേഷൻ, ഓഡിറ്ററി ഹലൂസിനേഷൻ്റെ 2 ടൈപ്പ്, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ ഹലൂസിനേഷൻ പറഞ്ഞു. മനസ്സിലായോ? പിന്നെ ചില പുസ്തകങ്ങളിലൊക്കെ പറയാണ്ട് ഫസ്റ്റ് പേഴ്സൺ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കുന്നതിനെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയാറുണ്ടെന്ന്. പക്ഷേ കൂടുതൽ പുസ്തകത്തിൽ അത് വളരെ റെയർലി അങ്ങനെ ചില പുസ്തകങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ സെക്കൻഡ് പേഴ്സൺ ഹലൂസിനേഷനും തേർഡ് പേഴ്സൺ ഹലൂസിനേഷനുമാണ് പേഷ്യൻ്റ് കോമൺ ആയിട്ട് കാണിക്കുന്നത്. അതായത് പേഷ്യൻറ്റിനോട് തന്നെ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് പേഴ്സണും, 2 വ്യക്തികൾ ചേർന്ന് പേഷ്യനെ പറ്റി സംസാരിക്കുന്ന എന്ന് തോന്നുന്നത് കേൾക്കുന്നത് തേർഡ് പേഴ്സണും. അപ്പോൾ ഇത്രയാണ്
ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹലൂസിനേഷൻ. അപ്പം ഹലൂസിനേഷൻ വളരെ കോമൺ ആയിട്ട് നമ്മൾ പേഷ്യൻസ് കാണാറുള്ളതാണ്, കേൾക്കാറുള്ളതാണ് പേഷ്യൻറ്റിനെ അസസ് ചെയ്യുമ്പോൾ. പിന്നെ ഇത് തമ്മിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ മീനിങ് എന്നും ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായാലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വെച്ച് തീർക്കാം. ഇതിച്ചിരി ഇതെല്ലാം പുതിയ ടോപ്പിക്കുകളാണ്. ഇതിച്ചിരി നമുക്ക് ആപ്ലിക്കബിലിറ്റി ഉള്ള ടോപ്പിക്കുകളാണ്. അത് തീർച്ചയായിട്ടും പെർസെപ്ഷണൽ ഡിസോർഡർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? സൈക്കാട്രിക് പേഷ്യൻ്റ് കൂടുതലായിട്ട് കാണിക്കുന്നതാണ്. ഇല്യൂഷനും ഹലൂസിനേഷനും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതും ഇല്യൂഷനും ഹലൂസിനേഷനും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും പറയും. മനസ്സിലായോ? മുമ്പേ പറഞ്ഞ എന്താ, ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിമുലസ് ഉണ്ട്, അതിനെ വേറൊന്നായിട്ട് തോന്നുന്നു. ഇവിടെ സ്റ്റിമുലസേ ഇല്ലാതെ തന്നെ പേഷ്യൻ്റ് ഇല്ലാത്ത പലരെയും കാണുന്നു. ഒരു ഓഡിറ്ററി സ്റ്റിമുലസ് പേഷ്യൻ്റ് ഉണ്ടാകുന്നു. പാട്ടൊന്നും ആരും പാടാതെ തന്നെ ജാനകി പാടുന്ന പാട്ടൊക്കെ പേഷ്യൻ്റ് കേൾക്കും. മനസ്സിലായോ? അങ്ങനെയുള്ള, പിന്നെ അതുപോലെ തന്നെ കാണാനൊരു ഒബ്ജക്റ്റ് ഇല്ലാതെ തന്നെ കണ്ടെന്ന് പറയുക. ഇതൊക്കെയാണ് ഹലൂസിനേഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പം ഇത് ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്കിത് കൂടുതൽ ആപ്ലിക്കബിലിറ്റി ഉള്ള ഒരു അബ്നോർമാലിറ്റിയാണ് പെർസെപ്ഷണൽ ഡിസ്റ്റർബൻസ് ഇൻ സൈക്കാട്രിക് പേഷ്യൻ്റ്. ഓക്കെ, ശരി. എന്നാൽ ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവരും ഇത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോരണം. ഓക്കെ, ഞാൻ ഇതിനെപ്പറ്റി അസൈൻമെൻറ്റ് തരും, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഒക്കെ തരും. നന്നായിട്ട് തന്നെ എഴുതണം. ഓക്കെ.